ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2025 ജർമ്മനിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ആലോചിച്ചു, ഇപ്പൊ ഈ 7 ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറയണോ, നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് പറയണോ, അത് മിക്സ് ചെയ്ത് പറയണോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്സ് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര ഇപ്പൊ ഗുഡ് ന്യൂസ് മാത്രം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുഡ് ആയി പോകും, അല്ലെങ്കിൽ ബാഡ് ന്യൂസ് മാത്രം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയി പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് മിക്സ് ചെയ്ത് പറയാം. ആദ്യം നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസിൽ തുടങ്ങാം. നമ്മുടെ ടാക്സ് ഫ്രീ ഇൻകം ലിമിറ്റ് എന്ന് പറയുന്നത് 2024 €11,784 ആയിരുന്നെങ്കിൽ 2025 അത് €12,096 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങളിപ്പോൾ ഒരു 13,000 ആണ് നിങ്ങളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 12,096 നിങ്ങൾ ടാക്സ് കൊടുക്കേ വേണ്ട, ബാക്കിയുള്ളതിന് മാത്രം നിങ്ങൾ ടാക്സ് പേ ചെയ്താൽ മതി. ഗുഡ് ന്യൂസ്. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ജർമ്മനിയിൽ മാൻഡേറ്ററി ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും അതിന്റെ പ്രീമിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ പ്രീമിയം 18% ആണ് കൂടിയിരിക്കുന്നത്. ഇനി പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ അത് 0.8 തൊട്ട് 2.8% വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിന് പല പല പ്രൊവൈഡേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് വേരി ചെയ്യും. പക്ഷേ അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0.8 to 2.8% ആണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ എല്ലാ പ്രൊവൈഡേഴ്സിന്റെയും പഴയ പ്രീമിയം അതുപോലെ തന്നെ 2025 പ്രീമിയം ഒക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ ആ പ്രൊവൈഡറിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ഫോർ ഗുഡ് ന്യൂസ് അഗൈൻ. മിനി ജോബ്സിന്റെ ലിമിറ്റ് 538 നിന്ന് 556 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മിനി ജോബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് എന്നില്ല, നമ്മൾ വളരെ ടാക്സ് ഫ്രീ ആയിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് കൂടാന്നുള്ളത് സ്റ്റുഡൻസിന് വളരെ നല്ലതാണ്. ഈ ഗുഡ് ന്യൂസുകൾക്ക് ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുഡ് ന്യൂസ് തന്നെ പറയാൻ തോന്നും. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ ഗുഡ് ന്യൂസ് പറയാം. ജർമ്മനിയിൽ മിനിമം വേജ് 2025 കൂടിയിട്ടുണ്ട്. 12.41 നിന്ന് 12.82 ആയിട്ട് മാറിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിസ്സാരം, 41 82 ആയി. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പാർട്ട് ടൈം വർക്ക് അവേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു കൺസിഡറബിൾ ചേഞ്ച് തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് ന്യൂസ്. അപ്പൊ ഇടയിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അതുപോലെ ജർമ്മനിയിൽ എനിക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത്, ജോലി കിട്ടാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാൻ, നിങ്ങളുടെ സജഷൻ ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, പാക്കിംഗിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ജർമ്മനി മൊത്തം യാത്ര ചെയ്യാനായിട്ട് ഒരൊറ്റ ടിക്കറ്റ് മതി, ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്. അത് €9 ടിക്കറ്റ് ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അത് 49 ആയി. ഇനിയിപ്പം ഈ വർഷത്തിൽ അത് €58 ആയിട്ടുണ്ട് ജനുവരി തുടങ്ങിയിട്ട്. സ്റ്റുഡൻസിന് ഇപ്പോഴും ഡിസ്കൗണ്ടഡ് പ്രൈസിൽ തന്നെയാണ്, പക്ഷെ അത് അഗൈൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ അത് 2025 വന്നൊരു ചേഞ്ച് ആണ്. ഈ 49 എന്നുള്ളത് 58 ആയിട്ട് കൂടിയിട്ടുണ്ട്. അടുത്ത തന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു ചേഞ്ച് ആണ്. ജർമ്മനിയുടെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ 2025 തൊട്ട് അത് മാറാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നോക്കുന്നവരും അല്ലെങ്കിൽ അഡ്മിഷൻ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് എന്തായാലും മനസ്സിൽ വെക്കുക. പല യൂണിവേഴ്സിറ്റീസും ട്യൂഷൻ ഫീ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയും. ദുരന്തമായിട്ടുള്ള ഒരു ചേഞ്ച് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് പറയാൻ പോണേ. നമ്മുടെ ജർമ്മനിയിൽ ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ പണ്ട് നടത്തിയിരുന്നു. അപ്പൊ ഒരു 2-3 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കും അപ്പുറത്തൊന്ന് ക്രെഡിറ്റ് ആവാനായിട്ട്. ഇനി അത് മാറാൻ പോവാണ്. ഇപ്പൊ ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ ആണ്. നമുക്കിപ്പം റെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ലേറ്റ് ആയാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ വിതൗട്ട് എനി ട്രാൻസ്ഫർ ഫീ ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ചേഞ്ച് എന്താണെന്നറിയോ 2025 നമ്മുടെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ ആപ്ലിക്കേഷൻസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൊടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് കോൺസുലർ സർവീസസ് പോർട്ടൽ ബൈ ജർമ്മൻ ഫോറിൻ മിനിസ്ട്രി വന്നിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നമുക്ക് ട്രാക്ക് ചെയ്യാം, അതുപോലെ ഡോക്യുമെന്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സ്റ്റുഡന്റ് വിസ മാത്രമല്ല കേട്ടോ, ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ, അങ്ങനെ പല ടൈപ്പിലുള്ള വിസകളും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ജർമ്മനിലേക്ക് വരാനിരിക്കുന്നത് നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചേഞ്ചസ്. പിന്നെ 2025 കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ ഇനിയും ചേഞ്ചുകൾ വരാതിരിക്കാം. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമന്റ് സെക്ഷനിൽ തന്നെ അറിയിക്കുക. പിന്നെ എല്ലായിടത്തും ഞാനുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഞാനുണ്ട്, ഫേസ്ബുക്കിലും ഞാനുണ്ട്, യൂട്യൂബിലും ഞാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എവിടെ എനിക്ക് ക്വസ്റ്റ്യൻ അയച്ചാലും ഞാൻ കാണുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് don't forget to follow me on Insta and don't forget to subscribe to this channel. And if you find this video helpful, give me a thumbs up, അതായത് ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഇനിയും ഇൻഫോർമേറ്റീവ് കണ്ടന്റുമായിട്ട് ഞാൻ പിന്നെയും വരാം.